ബിസ്മി ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇന്നത്തെ വിഷയം ദർസ് പൗരത്വ സമരം കൊണ്ട് എന്ത് നേടി, അഥവാ പ്രക്ഷോഭ സമരങ്ങൾ അതുകൊണ്ട് വല്ല നേട്ടവുമുണ്ടോ? ബാറക്കല്ലാഹു ഫീക്കും. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ പിന്നിൽ പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടുന്നതിൽ ഗൂഢപദ്ധതിയുണ്ടെന്നാണല്ലോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വ സമരം നടത്തിയവർ പറയുന്നത്. ഇത് സത്യമാണെങ്കിൽ ആ സമരങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രതിഷേധിച്ചത് അത് തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? ബാറക്കല്ലാഹു ഫീക്കും. ഈ പ്രതിഷേധ സമരങ്ങളിൽ അതിൽ മതേതരവാദികളുണ്ടാകും, നിരീശ്വരവാദികളുണ്ടാകും, ഫെമിനിസ്റ്റുകളുണ്ടാകും, സൂഫി, ഇഖ്വാനി, ബിദ്അത്തുകാരുണ്ടാകും, പുകവലിക്കാരുണ്ടാകും, പലിശ ഇടപാടുകൾ നടത്തുന്നവരുണ്ടാകും, മദ്യപാനികളുണ്ടാകും, താടി വടിച്ചവരുണ്ടാകും, പിഴച്ച റാഫിദി ഷിയാക്കളുണ്ടാകും, അനിസ്ലാമിക വേഷമണിഞ്ഞ മുസ്ലിം സ്ത്രീകൾ പുരുഷന്മാരുമായി ഇടകലർന്ന് ഹറാമായ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ പതിനായിരക്കണക്കിന് പേരാണ് ഈ പ്രതിഷേധ സമരങ്ങളിൽ തെരുവുകളിൽ ഇറങ്ങുന്നത്. പക്ഷേ ഇവർ പ്രതിഷേധിച്ചിട്ടും ഇവർ എന്തിനാണോ പ്രതിഷേധിച്ചത് അത് തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ ഇവരുടെ വാദപ്രകാരം മനസ്സിലാകുന്നത്. കാരണം ഇവിടെ പൗരത്വം തെളിയിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ സമരം കൊണ്ട്, ആ പൗരത്വ സമരം കൊണ്ട്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ പൗരത്വ സമരം കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതായത് ഒന്നത് തടയാൻ പറ്റിയിട്ടില്ല, അതിന് പുറമെ അനേകം ദോഷങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് ഈ പ്രക്ഷോഭ സമരം അല്ലെങ്കിൽ സമരങ്ങൾ തന്നെ സമാധാനപരമായ സമരങ്ങൾ എന്ന് അവകാശപ്പെടാം. പക്ഷേ എന്ത് സംഭവിക്കുന്നു? പുറമേ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടും വളരെയധികം ദോഷങ്ങളാണ് വരുത്തി വെക്കുന്നത്. സമരവുമായി ഒരു ബന്ധവുമില്ലാത്ത നിരപരാധികൾക്ക് ഭൗതിക നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ലേ? ജീവഹാനി സംഭവിച്ചില്ലേ? എത്ര പേർ കൊല്ലപ്പെട്ടു? നാശനഷ്ടങ്ങൾക്ക് മുസ്ലിം സംഘടനകൾ കോടികൾ പിരിക്കേണ്ടി വന്നു എന്നാണ് വാർത്തകളിൽ വന്നത്. നിരവധി പേർ അനാഥരായി, വിധവകളായി, അവരുടെ കച്ചവട സാധനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. കോടികൾ, അതങ്ങനെ കണക്ക് പറഞ്ഞു, കോടികളാണ് നഷ്ടപ്പെട്ടത്. ഇനി നമ്മൾ കാരണം ഒരു നിരപരാധി വധിക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം ഇതിൽ നിരപരാധികൾ മരണപ്പെടാൻ കാരണമാകുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. നിരവധി പേർ ഇപ്പോഴും ജാമ്യം ലഭിക്കാതെ ജയിലുകളിലാണ്. ജനാധിപത്യ രാജ്യത്ത് പ്രക്ഷോഭ സമരങ്ങൾ അനുവദനീയമാണ് എന്നാണ് വാദമെങ്കിൽ, ജനാധിപത്യം വന്നതോടെ അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കരിക്കുകയോ? നഊദു ബില്ലാഹ്. കാരണം പ്രക്ഷോഭ സമരങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. ഇന്ത്യൻ സാഹചര്യം കൂടുതൽ സാദൃശ്യം മക്ക കാലഘട്ടത്തോടാണ്. മക്കയിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ സമരം ചെയ്യാതെ ക്ഷമിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ചെയ്തത്. സഹാബാക്കൾ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, എന്തെങ്കിലും ചെയ്യണ്ടേ, തിരിച്ചടിക്കണ്ടേ? അപ്പോൾ അള്ളാഹു വചനങ്ങളിറക്കി. സൂറത്ത് നിസായിലെ 77-ാം വചനം, കുഫു ഐദീക്കും അഖീമുസ്സലാ വാത്ത് സക്കാ. നിങ്ങൾ നിങ്ങളുടെ കൈകളെ തടഞ്ഞു വെക്കുകയും നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുകയും. അതുകൊണ്ട് കൈകൾ തടഞ്ഞു വെക്കാനാണ് പറഞ്ഞത്. മുഷ്ടികൾ ചുരുട്ടരുത്. ബാറക്കല്ലാഹു ഫീക്കും. നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക, അതാണ് അള്ളാഹു കൽപ്പിച്ചത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും സമരം ചെയ്തില്ല, മറിച്ച് പിന്നെ എന്ത് ചെയ്തു? നിഷ്ക്രിയരാകാതെ അവർ
അവരുടെ പ്രബോധന ദൗത്യം നിർവഹിച്ചു. അതിവിടെ ചെയ്യുന്നുണ്ടോ? ബാറക്കല്ലാഹു ഫീക്കും. ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ നമ്മൾ പ്രബോധനം ചെയ്യുമ്പോൾ മുൻഗണന നൽകേണ്ടത് എന്തിനാണ്? നന്മ കൽപ്പിക്കുക, തിന്മ തടയുക. തഅമുറുന ബിൽ മഅറൂഫ് തൻഹൗന അനിൽ മുൻകർ എന്ന് പറയുന്ന വചനങ്ങളുടെ തഫ്സീറുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ആദ്യം പറയേണ്ട നന്മ തൗഹീദാണ്. അള്ളാഹുവിനെ ഏകനാക്കുന്ന ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. ഷിർക്കിനെതിരെ സംസാരിക്കണം. അതാണ് തിന്മ നിരോധിക്കുന്ന ആദ്യത്തെ പ്രഥമമായ തിന്മ ഷിർക്കാണ്. മുസ്ലിം സമൂഹം തന്നെ ഭൂരിപക്ഷവും ഷിർക്കിലാണ്. അതിനെതിരെ സംസാരിക്കണ്ടേ? അവർക്ക് ദഅവത്ത് ചെയ്തു കൊടുക്കണ്ടേ? അവരോട് പ്രബോധനം ചെയ്യണ്ടേ? അവരെ സന്മാർഗത്തിലാക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ ഒരു കുഴുക്ക് വഴിയും ഇസ്ലാമിലില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കൂ. ഖുർആനിലെ 28-ാം അധ്യായം 5-ാം വചനവും ആറാഫിലെ 7-ാം അധ്യായം 137-ാം വചനങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. പഠിക്കണം നമ്മളിത്. ഇതൊന്നും ആർക്കും അറിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അള്ളാഹു അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബലഹീനരായ ബനി ഇസ്രായേൽ അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർ ക്ഷമിച്ചു. സമരം ചെയ്തോ? ഇല്ല. അന്നും ചെയ്യാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാമായിരുന്നു. സഹാബത്തിന് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? അള്ളാഹ് അത് മതത്തിൽ നിയമമാക്കിയിട്ടില്ല. ക്ഷമിക്കേ ചെയ്തത്. മൂസാ നബി അലൈഹിസ്സലാമും ബനി ഇസ്രായേലും ക്ഷമിച്ചു എന്നാണ് ആയത്തിൽ പറയുന്നത്. അങ്ങനെ ക്ഷമിച്ചത് കാരണം ആയത്തിൽ പറയുന്നവർക്ക് അധികാരം നൽകി, അവരെ നേതാക്കന്മാരാക്കി, അവർക്ക് വിജയം നൽകി. ബാറക്കല്ലാഹു ഫീക്കും. അവർ തിരിച്ചടിച്ചിട്ടില്ല, അവർ സമരം ചെയ്തിട്ടില്ല. അന്ന് ചെയ്യാമായിരുന്നു. അള്ളാഹിൻ്റെ അനുവാദമില്ല, ക്ഷമിക്കാനാണ് പറഞ്ഞത്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിങ്ങൾക്ക് അധികാരമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ക്ഷമയോടെ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുകയും പ്രബോധനം ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ നമ്മെ സ്വയം സംസ്കരിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതം നന്നാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് പ്രക്ഷോഭ സമരങ്ങൾ മതത്തിൽ പുതുതായി ഉണ്ടായ ബിദ്അത്താണ്. എല്ലാ ബിദ്അത്തുകളും നരകത്തിലാണ് എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഏതൊരു ജുമാ ഖുതുബയും പഠന ക്ലാസും നിക്കാഹ് ഖുതുബയും ആരംഭിക്കുമ്പോൾ നിരന്തരം നാം കേൾക്കാറുള്ളതാണ്, എല്ലാ ബിദ്അത്തുകളും ദുർമാർഗമാണ്, എല്ലാ നിർമാർഗവും നരകത്തിലാണ്. എല്ലാ ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ പുതിയതുണ്ടാക്കിയതും, ദീനിൽ പുതിയതുണ്ടാക്കിയത്, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത്, അള്ളാഹു നിയമമാക്കാത്തത്, അതാണ് ബിദ്അത്ത്. അപ്പോൾ അതെല്ലാം നരകത്തിലാണ് എന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കുന്ന ശക്തമായ നരകശിക്ഷ കൊണ്ടുള്ള താക്കീതിൻ്റെ നബിവചനമാണ് ഈ കുത്തുബയിലും ദർസുകളിലും നിക്കാഹ് കുത്തുബയിലും ഒക്കെ പറയുന്നത്. അത് പറയാതെ ഇതൊന്നും ആരംഭിക്കുകയില്ല. അതാദ്യം പറയണം. ആ കുത്തുബയിൽ ആദ്യം അത് പറയണം. ബാറക്കല്ലാഹു ഫീക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം തൊട്ട് പറയുന്നുണ്ട്. ബിദ്അത്ത് വരുന്നതിന് മുന്നേ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തുകൾക്കെതിരെ താക്കീത് നൽകി. ഇന്നും എല്ലാ കക്ഷികളും അത് പറയുന്നുണ്ട്, എല്ലാ സംഘടനകളും അത് പറയുന്നുണ്ട്. പക്ഷേ അവരിൽ ബിദ്അത്തുകളുണ്ട്. അവരിൽ അധിക പേരും ഈ സമരങ്ങളെ അനുകൂലിക്കുന്നവരാണ്. ബാറക്കല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ. പുതുതായി നിർമ്മിച്ച എല്ലാം അനാചാരമാണ്, ബിദ്അത്താണ്. എല്ലാ അനാചാരവും ദുർമാർഗമാണ്, എല്ലാ ദുർമാർഗവും നരകത്തിലാണ്. ഇത് സുനൻ അന്നസായിലുള്ള ഹദീസാണ്. എന്നാൽ ഇത്ര ഗൗരവമായ വിഷയമായിട്ടും ബിദ്അത്ത് എന്താണ് എന്നതിനെക്കുറിച്ച് മഹാഭൂരിപക്ഷം മുസ്ലിം സമൂഹവും അജ്ഞരാണ്. കാരണം ഖുത്ബയിൽ പറയുന്നത് അറബിയിലും, പിന്നെ അധിക പേരും സമൂഹത്തെ ഈ ബിദ്അത്തിനെ കുറിച്ച് ഒന്നും പഠിപ്പിക്കുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു പറഞ്ഞു, അം ലഹും ശുറകാഉ ശറഊ ലഹും മിനദ്ദീനി മാ ലം യഅ്സിൻ ബിഹില്ലാഹ്. അള്ളാഹു അനുവാദം നൽകിയിട്ടില്ലാത്ത കാര്യങ്ങൾ വല്ലതും മതത്തിൽപ്പെട്ടതായി തങ്ങൾക്ക് നിയമിച്ചു കൊടുത്തിട്ടുള്ള വല്ല പങ്കാളികളും അവർക്കുണ്ടോ?
ഇത് സൂറത്ത് ഷൂറയിലെ 42-ാം അധ്യായം 21-ാം വചനാണ്. അപ്പോൾ അള്ളാഹു എന്താണ് ഇത് പറയുന്നത്? അള്ളാഹു കൽപ്പിക്കാത്തത് മതത്തിൽ ഉണ്ടാക്കുക, അതിന് നിങ്ങളെ പങ്കാളികൾ എവിടെയെന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു. ഇബ്നു കസീർ മഹാനായ പൂർവികനായ പണ്ഡിതനാണ്. മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത, എല്ലാവരും അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം നേരെ ചൊവ്വായ മതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിയമമാക്കിയത് അവർ പിൻപറ്റുന്നില്ല, അതായത് മുസ്ലിങ്ങൾ പിൻപറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണോ നിയമമാക്കിയത്, മതത്തിൽ നിയമമാക്കിയത്, അത് പിൻപറ്റുന്നില്ല. മറിച്ച് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള ശൈത്താനുകൾ അവർക്ക് നിയമമാക്കിയതാണ് അവർ പിൻപറ്റുന്നത്. സൂറത്ത് ഷൂറയിലെ 42-ാം അധ്യായം 21-ാം വചനത്തിൽ ഇബ്നു കസീറിൻ്റെ തഫ്സീറാണ് പറയുന്നത്. എന്ത്? മനുഷ്യരിലും ജിന്നുകളിൽ നിന്നുമുള്ള ശൈത്താനാണ് ഈ നിയമമുണ്ടാക്കിയത്, ഈ ബിദ്അത്തുകൾ. കാരണം ശൈത്താനാണ് മനുഷ്യനെ ബിദ്അത്തുകൾ നല്ല കർമ്മമാണെന്ന് വസ്വാസ് ഉണ്ടാക്കുന്നത്, തോന്നിപ്പിക്കുന്നത്. ഇതും അള്ളാഹു ഖുർആനിൽ വ്യക്തമാക്കിയതാണ്. ഇത് സൂറത്ത് ഫാത്തിർ 35-ാം അധ്യായം 8-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, അഫമൻ സുയ്യിന ലഹു സൂഅ അമലിഹി ഫറആഹു ഹസനൻ. അപ്പോൾ തൻ്റെ ദുഷ്പ്രവൃത്തി തനിക്ക് ഭംഗിയായി കാണിക്കപ്പെടുകയും എന്നിട്ടതിനെ നല്ലതായി കാണുകയും ചെയ്തിട്ടുള്ള ഒരുവനോ? ഇതിൻ്റെ തഫ്സീറിൽ ബഗവി പറയുന്നു, ഇമാം ബഗവി റഹിമഹുല്ലാഹ് പറയുന്നു, ഇതും മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത തഫ്സീറാണ്, എല്ലാവരും അംഗീകരിക്കുന്ന തഫ്സീറാണ്. ഇമാം ബഗവി റഹിമഹുല്ലാഹ് പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന് സാക്ഷിയായ, ഖുർആൻ ഇറങ്ങുമ്പോൾ സാക്ഷിയായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച തഫ്സീറിൻ്റെ ഇമാം എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, ഈ ആയത്ത് അവതരിച്ചത് അബൂജഹലിനും മക്ക മുശ്രിക്കുകളുടെയും മേലെയാണ്. ഇനി അപ്പോൾ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ആയത്ത് അവതരിപ്പിച്ചതെന്ന് പറയുന്നു. കാരണം ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ആ ദുഷ്പ്രവൃത്തി ശൈത്താൻ ഭംഗിയായി തോന്നിപ്പിക്കുന്നു. ഇനി സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞു, സഹാബാക്കളിൽ നിന്ന് പഠിച്ച മഹാനായ താബി പണ്ഡിതൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ഈ ആയത്ത് അവതരിച്ചത് സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്നവരുടെയും ബിദ്അത്തിൻ്റെയും ആളുകളുടെ വിഷയത്തിലാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ ആയത്ത് പ്രകാരം ബിദ്അത്തുകൾ ശൈത്താൻ തോന്നിപ്പിക്കുന്നു, അത് നല്ലതാണ് എന്ന് ഭംഗിയായി തോന്നിപ്പിക്കുന്നു ശൈത്താൻ. അപ്പോൾ ഈ ആയത്ത് അവതരിച്ചത് ബിദ്അത്ത് ആളുകളെ കുറിച്ചാണ്. അപ്പോൾ ഇമാം ബഗവി എന്നിട്ട് പറയുന്നു റഹിമഹുല്ലാഹ്, തൻ്റെ ദുഷ്പ്രവൃത്തി, അതിനർത്ഥം അവൻ്റെ ദുഷിച്ച കർമ്മം, എന്നിട്ടതിനെ നല്ലതായി കാണുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം ശൈത്താൻ അവൻ വസ്വാസിലൂടെ ഭംഗിയായി കാണിക്കുന്നു. അപ്പോൾ ഷിർക്കും ബിദ്അത്തുമാണ് ഈ ആയത്തിൽ പെടുക. കാരണം ഷിർക്കും ബിദ്അത്തും ചെയ്യുന്നവർ അവരുടെ ദുഷിച്ച കർമ്മങ്ങളെ നല്ലതായിട്ടാണ് കാണുന്നത്. കബായറുകൾ അഥവാ വൻ പാപങ്ങൾ ഈ ആയത്തിൽ പെടില്ല. എന്തുകൊണ്ട്? കാരണം നമുക്കറിയാം, ബുദ്ധിയും സംസ്കാരവുമുള്ള അമുസ്ലിങ്ങൾ പോലും വൻ പാപങ്ങളായ കൊല, വ്യഭിചാരം, മോഷണം എന്നീ ദുഷിച്ച കർമ്മങ്ങളെ ഒരിക്കലും നല്ലതായി കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ ആയത്ത് ഷിർക്ക് ചെയ്യുന്നവരെക്കുറിച്ചും ബിദ്അത്തുകാരെക്കുറിച്ചുമാണ് പറയുന്നത്, അല്ലാതെ വൻ പാപങ്ങൾ ചെയ്യുന്നവരെക്കുറിച്ചല്ല. കാരണം ഈ വൻ പാപങ്ങൾ ആരും നല്ലതായിട്ട് കാണുന്നില്ല. ബുദ്ധിയും സംസ്കാരവുമുള്ള മുസ്ലിങ്ങൾ പോലും ഈ വൻ പാപങ്ങളെ നല്ലതായിട്ട് കാണുന്നില്ല. എന്നാൽ ബിദ്അത്തിനെയോ, അല്ലേ, ബിദ്അത്ത് ചെയ്യുന്ന മുസ്ലിങ്ങൾ എന്താ പറയുക? അത് നല്ലതല്ലേ, അതുകൊണ്ട് കുറേ മാറ്റം സംഭവിച്ചില്ലേ, കുറേ ആൾ ദീനിലേക്ക് വന്നില്ലേ, കുറേ ആൾ നിസ്കരിക്കാൻ തുടങ്ങിയില്ലേ. ഔദു ബില്ലാ. ഷിർക്കും അങ്ങനെ തന്നെ. ഷിർക്ക് ചെയ്യുന്നവരും അവരെന്താ പറയുക?
അവരെ വിശ്വാസം എന്താ? അവർ ചെയ്യുന്ന നല്ല കാര്യമാണ്, അവർ അള്ളാഹുവിനോട് അടുക്കുകയാണ്. അമുസ്ലിങ്ങളാകുമ്പോൾ തന്നെ അവർ ചെയ്യുന്ന ശിർക്ക് അവർ നല്ലതായിട്ടാണ് കാണുന്നത്, അതവരുടെ വിശ്വാസമാണ്. പക്ഷെ അതേ അമുസ്ലിങ്ങൾ വ്യഭിചാരം, കൊല, മോഷണം ഇതൊന്നും എന്താണ് നല്ലതായിട്ട് കാണുന്നില്ല. അപ്പോൾ ശൈത്താനാണ്, അപ്പോൾ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ശൈത്താനാണ് മനുഷ്യനെ ബിദ്അത്ത് ചെയ്യാൻ തോന്നിപ്പിക്കുന്നത്, എന്നിട്ട് അതിനെ നല്ലതായിട്ട് കാണുന്നത്. അങ്ങനത്തെ ബിദ്അത്ത് കൊണ്ടുവരുന്നവർ അത് അള്ളാഹുവിന് പുറമെ അവർ ദീൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നാണ് അള്ളാഹു സൂറത്ത് ഷൂറയിൽ പറഞ്ഞത്. അതേ സൂറത്ത് അവസാനിക്കുന്നത് 21-ാം വചനം, വഇന്ന ളാലിമീന ലഹും അദാബുൻ അലീം, അക്രമികൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അപ്പോൾ വിദഗ്ധർക്ക് പരലോകത്ത് ശിക്ഷയുണ്ട്. ദീനിൽ പുതിയതുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഇത് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണ്. നമ്മുടെ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ദീനിൽ അതിലില്ലാത്തത് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടും. അപ്പോൾ ദീനിൽ പുതിയതുണ്ടാക്കിയാൽ പുതിയതുണ്ടാക്കുന്നവരെ കുറിച്ചാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇനി ഈ പുതിയതുണ്ടാക്കിയ ഈ ബിദ്അത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഇത് സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്. നമ്മുടെ കൽപ്പനയില്ലാതെ ആരൊരു പ്രവൃത്തി ചെയ്തോ അത് തള്ളപ്പെടും. അപ്പോൾ സമരങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന ഉണ്ടോ? ഇല്ല. പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സഹാബാക്കൾ റളിയല്ലാഹു ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് തള്ളപ്പെടും, അത് നരകശിക്ഷയ്ക്ക് കാരണമാകും. അത് നല്ലതാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത് ശൈത്താനാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി യഖൂലൂന ഫീ കുല്ലി ഫീൽ വഖൗൽ ലം യുസബ്ബിതു അനി സഹാബത്തി ഹുവ ബിദ്അത്തുൻ ലിഅന്നഹു ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് സഹാബാക്കളിൽ നിന്നും സ്ഥിരപ്പെടാത്ത എല്ലാ കർമ്മങ്ങളും പ്രസ്താവനകളും ബിദ്അത്താകുന്നു എന്നാണ്. കാരണം അത് നന്മയായിരുന്നുവെങ്കിൽ അവർ നമ്മെ അതിൽ മുൻകടക്കുമായിരുന്നു. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നവർക്കാണ് അഹ്ലുസുന്ന എന്ന് പറയുക. അൽ ജമാഅത്ത് എന്ന സഹാബത്തിനെ പിൻപറ്റുന്നവർ, സഹാബത്തിൻ്റെ ആ ജമാഅത്തിനെ. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം എന്താ? എല്ലാ കർമ്മങ്ങളും പ്രസ്താവനകളും അത് സഹാബാക്കളിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ അത് ബിദ്അത്താണ്. കാരണം എന്താ? അത് നല്ലതായിരുന്നെങ്കിൽ അവർ നമ്മെ അതിൽ മുൻകടക്കുമായിരുന്നു. അപ്പോൾ പ്രതിഷേധ സമരങ്ങൾ നല്ലതായിരുന്നെങ്കിൽ ആദ്യം ആരാണത് ചെയ്യേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു തരണം, സഹാബത്ത് റളിയല്ലാഹു അൻഹു ചെയ്ത് കാണിച്ചു തരണം. ഇബ്നു കസീർ ഇത് പറഞ്ഞത് 46-ാം അധ്യായം 11-ാം വചനത്തിൻ്റെ തഫ്സീറിലാണ്. ബാറക്കല്ലാഹു ഫീക്കും. സ്വാതന്ത്ര്യ സമരകാലത്തൊരു സമരം അക്രമാസക്തമായപ്പോൾ ചേരി ചോര സംഭവം, ഗാന്ധിജി അത് ഇനി വേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഗാന്ധിജിൻ്റെ തത്വം എന്താ? അഹിംസ. അഹിംസ, അതാണ് ഗാന്ധിജിൻ്റെ തത്വം. അപ്പോൾ ഒരു സമരം അക്രമാസക്തമായപ്പോൾ ഗാന്ധിജി അത് ആ സമരങ്ങൾ ഇനി വേണ്ടെന്ന് തീരുമാനിച്ചു. കേരളത്തിൽ മാപ്പിള ലഹളയും അക്രമാസക്തമായതുകൊണ്ട് ഗാന്ധിജി അതിനെ പിന്തുണച്ചിട്ടില്ല. അതുകൊണ്ട് അമുസ്ലിമായ ഖുർആനും ഹദീസും ശരിക്കറിയാത്ത ഗാന്ധിജി പോലും സമരങ്ങളുടെ ദോഷങ്ങൾ അനുഭവത്തിലൂടെ ബോധ്യമായപ്പോൾ അവ വേണ്ടാന്ന് വെച്ചിട്ടും ഖുർആനും ഹദീസും പിൻപറ്റുന്ന നമുക്ക് ഇത് മനസ്സിലായില്ല. കാരണം നമ്മെ പഠിപ്പിക്കുന്നില്ല, ഇതൊരു ഗൗരവമായ വിഷയമായി കാണുന്നില്ല. ഇത് ഭയങ്കര ആശ്ചര്യകരമായ കാര്യം തന്നെയാണ്. ലക്ഷങ്ങൾ സമരം ചെയ്യാൻ ഉത്സാഹം കാണിക്കുന്നു, അല്ലേ? സമരം എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ അതിൽ പങ്കെടുക്കുന്നു. എന്നാൽ ഫജ്റിന് മസ്ജിദിൽ എത്ര സഫുണ്ട്? അപ്പോൾ ഇവരുടേത് അള്ളാഹുവിനോടുള്ള ഭയമല്ല. അള്ളാഹുവിനോടുള്ള ഭയമായിരുന്നെങ്കിൽ അവർ ഫജ്റിന് ആദ്യത്തെ സഫിൽ വരണമായിരുന്നു. മറിച്ച്
ഇവരുടേത് വെറും വികാരമാണ്. ബാറക്കല്ലാഹു ഫീക്കും. പ്രതിഷേധ സമരങ്ങളാണ് പരിഹാരമെന്ന് അള്ളാഹുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിച്ചിട്ടില്ല. ഒരു പ്രവാചകനോ അലൈഹിസ്സലാം ഒരു സഹാബിയോ റളിയല്ലാഹു അൻഹും സമരം ചെയ്തിട്ടില്ല. അന്നും ഇത് ചെയ്യാമായിരുന്നു. അവർ ചെയ്യാത്തത് ഇന്ന് നാം ചെയ്യുമ്പോൾ അത് നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന ബിദ്അത്താണ്. അങ്ങനെയാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മൾ തെളിവുകൾ ഖുർആനിൽ നിന്നും സഹീഹായ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അള്ളാഹു പഠിപ്പിച്ച പരിഹാരം എന്താണ്? നമുക്ക് വിപത്തുകൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ, അല്ലേ, ഇന്ന് നമ്മൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ പരീക്ഷണത്തിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ഇതിനുള്ള പരിഹാരം? അള്ളാഹു പറഞ്ഞു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലിയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലിയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനൻ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബിഹി ശൈഅ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഇത് സൂറത്ത് നൂർ 24-ാം അധ്യായം 55-ാം വചനാണ്. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു ആണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്താണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്? അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ, ഖിലാഫ് അധികാരം നൽകിയതുപോലെ നിശ്ചയമായും ഭൂമിയിലവർക്ക് അവൻ പ്രാതിനിധ്യം നൽകുന്നതാണ്. അവർക്കവൻ തൃപ്തിപ്പെട്ട് കൊടുത്തിട്ടുള്ള അവരുടെ മതത്തിന് സ്വാധീനം നൽകുന്നതുമാണ്. അവർക്ക് ഭയത്തിന് ശേഷം നിർഭയത്വം പകരം നൽകുകയും ചെയ്യും. അവർ എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതെ എന്നെ ആരാധിച്ചു വരുന്നു. അതിനുശേഷം ആർ നന്ദികേട് ചെയ്തുവോ അവർ തന്നെയാണ് തോന്നിയവാസികൾ. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെ? 1, ഭൂമിയിൽ പ്രാതിനിധ്യം നൽകും, അധികാരം നൽകും. 2, മതത്തിന് സ്വാധീനം നൽകും. 3, ഭയത്തിന് ശേഷം നിർഭയത്വം പകരം നൽകും. ഇവ ലഭിക്കണമെങ്കിൽ എന്താണ് ആയത്തിൽ വെച്ച ഉപാധികൾ? വിശ്വസിക്കുകയും അള്ളാഹു കൽപ്പിച്ച സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക, യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് അള്ളാഹു വെച്ച ഉപാധികൾ. അപ്പോൾ അള്ളാഹു പരിഹാരം പറയുകയാണ്. നമുക്ക് വിജയം ലഭിക്കാനുള്ള പരിഹാരമാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പോൾ തൗഹീദ് ശരിയായവർക്കും അള്ളാഹു കൽപ്പിച്ച സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്കും ശിർക്ക് ബിദ്അത്തുകൾ ഹറാമുകൾ ചെയ്യാത്തവർക്കുമാണ് ഈ വാഗ്ദാനങ്ങൾ. ഈ സമരം ചെയ്യുന്നവർക്ക് അള്ളാഹു പറഞ്ഞ ഈ ഗുണങ്ങളുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുക? ബാറക്കല്ലാഹു ഫീക്കും. അതിൽ താടി വടിച്ചവരും പലിശ ഇടപാട് നടത്തുന്നവരും മദ്യപാനികളും സംഗീതത്തോടെയുള്ള സ്ത്രീ പുരുഷ ഇടകലറുകളും ഇതൊക്കെയല്ലേ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ? ഫജ്റിന് നിസ്കാരത്തിന് വരാത്തവർ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമ്മുടെ തൗഹീദ് ശരിയാക്കാനാണ് അള്ളാഹു പറയുന്നത്. നമ്മളെ വിശ്വാസം ശരിയാക്കണം. ശിർക്ക് വരാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്ത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കണം. ഇന്നത്തെ ഭൂരിപക്ഷ സംഘടനകളും സമസ്തയാകട്ടെ, തബ്ലീഗ് ജമാഅത്താകട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ, അവരുടെ മദ്രസയിൽ പോലും ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം തെറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാതിരിക്കുക? ഇതെല്ലാം തിരുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ തിരുത്തണ്ടേ? അപ്പോൾ വിശ്വാസം ശരിയല്ല നമ്മളെ മുസ്ലിം സമൂഹത്തിൽ. അതേപോലെ അള്ളാഹു കൽപ്പിച്ച സൽക്കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം. ശിർക്ക് വരാൻ പാടില്ല, വിശ്വാസത്തിൽ പിഴവ് വരാൻ പാടില്ല, ബിദ്അത്തുകൾ വരാൻ പാടില്ല. സമരത്തിന് എന്തോ ഒരു ഉത്സാഹം. സുബ്ഹാനല്ലാഹ്. ഹറാമുകൾ ചെയ്യാൻ പാടില്ല. ഹറാമുകൾ നമ്മൾ ഉടനെ വെടിയണം. ഇജ്തനിബൂന്ന പറഞ്ഞ്
സൽക്കർമ്മങ്ങൾ നമുക്ക് കഴിയുന്ന പോലെ ചെയ്യാനാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. മസ്തത്താഴത്തും നിങ്ങൾക്ക് കഴിയുന്നത് പോലെ. എന്നാൽ ഹറാമുകൾ വജ്തനിബു, നിങ്ങൾ ഉടനെ വെടിയണം. അവിടെ എന്താണ്, കാലതാമസം വരാൻ പാടില്ല, തൗബ ചെയ്യണം. അലി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? നമ്മുടെ പാപങ്ങൾ കാരണമാണ് വിപത്തുകൾ ഇറങ്ങുന്നത്. അങ്ങനെ തൗബ ചെയ്താലല്ലാതെ ഈ വിപത്തുകൾ ഉയർത്തപ്പെടുകയില്ല. അപ്പം നമ്മൾ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യണം. ബാറക്കല്ലാഹു ഫീക്കും. ഹറാമുകളിൽ നിന്ന് തൗബ ചെയ്യണം. കാലതാമസം വരുത്തരുത്. ഉടനെ തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ എന്താ? അത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഷർത്തുകളുണ്ട്. 1, ആ ചെയ്യുന്ന പാപം ഉടനെ നിർത്തണം. 2, ആ ചെയ്ത പാപത്തിൽ അങ്ങേയറ്റം ഖേദിക്കണം. 3, ആ ചെയ്ത പാപത്തിലേക്ക് തിരിച്ചു വരരുത്. ഇതാണ് ആ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ, തൗബയുടെ ഉപാധികൾ, നിബന്ധനകൾ. ഇനി മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. സമയമാകുമ്പോൾ തന്നെ തിരിച്ചു കൊടുക്കണം. പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരിട്ട് പോയി മാപ്പ് പറയാൻ പ്രയാസമാണെങ്കിൽ, ക്ഷമ ചോദിക്കാൻ പ്രയാസമാണെങ്കിൽ, പ്രശ്നമുണ്ടാകുമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം, നിരന്തരം ദുആ ചെയ്യണം. പരദൂഷണം പറയപ്പെട്ട സദസ്സുകളിലെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയണം. ഇങ്ങനെ പാപങ്ങളിൽ നിന്ന് മുക്തമായി തൗബ ചെയ്താലേ വിപത്തുകൾ ഉയർത്തപ്പെടുകയുള്ളൂ. നമുക്ക് നമ്മുടെ പരീക്ഷണങ്ങളിൽ വിജയിക്കണമെങ്കിൽ ഇതാണ് പരിഹാരം. സമരങ്ങളല്ല. സമരം അല്ലാഹു പഠിപ്പിക്കാത്തതും സമരം ചെയ്യുന്ന മുസ്ലിങ്ങളിൽ മിക്കവരും, ഞാൻ പറഞ്ഞല്ലോ, അവർ ഫജറിന് വരെ ആദ്യ സഫിൽ വരാത്തവരാണ്. അതുകൊണ്ട് നാം അല്ലാഹു പറഞ്ഞത് മാത്രം ചെയ്യുക. അല്ലാഹു പഠിപ്പിക്കാത്തത്, അല്ലാഹു ശറയിൽ നിയമമാക്കാത്തത്, മതത്തിലില്ലാത്തത് ചെയ്യരുത്. അത് നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന ബിദ്അത്താണ്. അല്ലാഹു നിരോധിച്ച ഹറാമുകൾ പൂർണ്ണമായും ഉടനെ വെടിയുക. ശേഷം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. അവർക്കാണ് അല്ലാഹുവിൻ്റെ സഹായമുണ്ടാവുക, അവർക്കാണ് വിജയമുണ്ടാവുക. ഭരണകൂടവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. കോടതിയെ സമീപിക്കണമെങ്കിൽ, അത് അനിവാര്യമാണെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. കോടതിയെ സമീപിക്കുന്നത് ഇസ്ലാമിനെതിരല്ല. ഇനി കോടതി വിധി പ്രതികൂലമാണെങ്കിൽ ക്ഷമിക്കുക, ദുആ ചെയ്യുക. ഇബ്രാഹിം അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാം, അവർക്ക് കുട്ടിയെ അല്ലാഹു വാർദ്ധക്യത്തിൽ നൽകി. ഇത് ദുആവും ക്ഷമയുമാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം നീണ്ട വർഷങ്ങൾ അല്ലാഹുവിനോട് ക്ഷമയോടെ, ആരെയും കുറ്റം പറയാതെ ദുആ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു, ഭാര്യ ബഹിഷ്കരിച്ചു. എന്നാൽ നീണ്ട വർഷങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ കുറ്റം പറഞ്ഞില്ല. എന്തിനീ രോഗം എനിക്ക് തന്നു എന്ന് പറഞ്ഞില്ല. മറിച്ച് ക്ഷമയോടെ ദുആ ചെയ്തു. അള്ളാഹു രോഗത്തിന് പൂർണ്ണമായും ശമനം നൽകി. അൽഹംദുലില്ലാ. ദുആ, ക്ഷമ സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. ആർക്കും അത് പരാജയപ്പെടുത്താൻ സാധ്യമല്ല. ബദർ യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് 2 കൈകളും നീട്ടി ദുആ ചെയ്തു. അങ്ങനെ അള്ളാഹു വിജയം നൽകി. അള്ളാഹു പറഞ്ഞു, ഇസ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയിരുന്ന സന്ദർഭം ഓർക്കുക, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. ഇത് സൂറത്ത് അൻഫാലിലെ 8-9 വചനാണ്. സൂറത്ത് അൻഫാൽ 8-ാം അധ്യായം 9-ാം വചനാണ്. പരീക്ഷണങ്ങൾ വർഷങ്ങളോളം നീണ്ടുപോകും പരീക്ഷണങ്ങൾ. അപ്പോൾ നമ്മൾ പതരരുത്, നമ്മൾ ക്ഷമിക്കണം. അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രങ്ങൾ വായിക്കുക. മൂസാ നബി അലൈഹിസ്സലാം വർഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, ബനി ഇസ്രായേൽ. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വർഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. അവർ ക്ഷമിച്ചു. അവർ
ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചു, അവർ പ്രബോധനം നിർവഹിച്ചു, അവർ സമരം ചെയ്തില്ല, പ്രക്ഷോഭങ്ങൾ നടത്തിയില്ല, മുഷ്ടി ചുരുട്ടിയില്ല, ബാറക്കല്ലാഹു ഫീക്കും, ഹറാമുകൾ ചെയ്തില്ല, ബിദ്അത്തുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു അവർക്ക് വിജയം നൽകി. അപ്പോൾ ഈ ദുആകളൊക്കെ, പ്രവാചകൻ അലൈഹി സ്വലാമിയുടെ ദുആകളൊക്കെ, ഇപ്പം നമ്മൾ ഉദ്ധരിച്ച ദുആകളൊക്കെ അതൊക്കെ അസംഭവം എന്ന് ആർക്കും തോന്നാവുന്ന അവസരങ്ങളിലാണ് അള്ളാഹു ദുആക്ക് ഉത്തരം നൽകിയത്. സക്കറിയ അലൈഹി സ്വലാം, ഇബ്രാഹിം അലൈഹി സ്വലാം വാർദ്ധക്യത്തിലാണ് കുട്ടിയെ ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ വളരെ ദുർബലരായിരുന്നു. അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയതും ദുആ ചെയ്തപ്പോഴാണ്. അള്ളാഹു ഉത്തരം നൽകി. അയ്യൂബ് നബി അലൈഹി സ്വലാം നീണ്ട വർഷങ്ങൾ രോഗബാധിതനായി, കുടുംബം ബഹിഷ്കരിച്ചു, ഭാര്യ ബഹിഷ്കരിച്ചു, ദുആ ചെയ്തു, അള്ളാഹു ഉത്തരം നൽകി. അപ്പോൾ ഒരിക്കലും വിജയം കിട്ടൂല, പരിഹാരമുണ്ടാവുകയില്ല എന്ന അവസരങ്ങളിലാണ് നീണ്ട കാലഘട്ടം ക്ഷമിച്ചപ്പോഴാണ് അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുന്നത്. യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചെറിയ കുട്ടിയായപ്പം നഷ്ടപ്പെട്ടില്ലേ? പിന്നെ എപ്പോഴാണ് കാണുന്നത്? വലുതായപ്പോഴാണ്. നീണ്ട വർഷങ്ങൾ ക്ഷമ, സബറൻ ജമീല, ഭംഗിയായി ക്ഷമിക്കൂ, നിരന്തരം ദുആ, അള്ളാഹു ഉത്തരം നൽകുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, ദുആ, ക്ഷമ സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല. പ്രക്ഷോഭ സമരങ്ങൾ പരാജയമാണ്, അത് ദോഷമാണ്, അത് സമൂഹത്തിൽ വൻ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്, കൊലകളാണ് ഉണ്ടാക്കുന്നത്, വിധവകളെയാണ് സൃഷ്ടിക്കുന്നത്, അനാഥകരെയാണ് സൃഷ്ടിക്കുന്നത്. കാലാകാലം അംഗവൈകല്യങ്ങളാണ് ചെറിയ കുട്ടികൾക്ക് പോലും ചിലപ്പം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് നാം സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. ബാറക്കല്ലാഹു ഫീക്കും, ഹഫിദകുമുല്ലാഹ്, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.